ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഡേ ലൈഫ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പാൽ വാങ്ങാൻ ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് മെല്ലെ അണിച്ചു. അപ്പോൾ വേഗം പോയി പാൽ വാങ്ങിയിട്ട് വരാൻ വിചാരിച്ചു. പിന്നെ ജാനിക്കുള്ള ബൂസ്റ്റൊക്കെ ആക്കി പിന്നെ ഞങ്ങൾക്കുള്ള ചായയൊക്കെ വെച്ച് ഞാൻ കുടിക്കാം കേട്ടോ. ഇന്ന് വീട്ടിൽ അച്ഛനമ്മയുണ്ട്, എൻ്റെ അച്ഛനമ്മയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിച്ചിരിക്കുമ്പോൾ തന്നെ ജാനി അണിച്ചു. പിന്നെ അവൾക്ക് ബൂസ്റ്റൊക്കെ കൊടുത്ത് അങ്ങനെ ഇരുത്തി കേട്ടോ. അതാ ഞാൻ എല്ലാവർക്കും കുളിക്കാൻ ചൂടുവെള്ളം നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. പച്ചവെള്ളത്തിൽ കുളിക്കാനേ പറ്റില്ല. അപ്പോൾ വേഗം ചൂടുവെള്ളമൊക്കെ എല്ലാവർക്കും വെച്ചിട്ടുണ്ട്. പിന്നെ ചായ എല്ലായിടത്തും ഹായ് എന്നൊക്കെ പറയാം കേട്ടോ. പിന്നെ രാവിലേക്ക് കഴിക്കാൻ വേണ്ടി ഇന്ന് ആപ്പും ഇഷ്ടിക്കറി കേട്ടോ. ഇവിടെ വെള്ളാപ്പം എന്നൊക്കെ പറയും, ഞങ്ങളുടെ ഇവിടെ ആപ്പം എന്നൊക്കെ പറയും കേട്ടോ. അമ്മയുള്ളതുകൊണ്ട് അതിൻ്റെ കാര്യമൊക്കെ അമ്മ നോക്കിക്കോളും. ഞാൻ അടുത്ത തേങ്ങ അരച്ചു കൊടുക്കാതെ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. അമ്മമാരുണ്ടിച്ചാൽ പിന്നെ അങ്ങനെ തന്നെയല്ലേ, നമുക്ക് പണി ചെയ്യാനൊക്കെ ചെറിയൊരു മടിയായിരിക്കില്ലേ. അവർ നമ്മളെ ചെയ്യാനും വിടില്ല. ഇവിടെ അമ്മമ്മയും പേരക്കുട്ടിയും നല്ല കളിയാട്ടോ. അവൾക്ക് അമ്മമ്മയും പാപ്പനൊക്കെ ഉണ്ടിച്ചാൽ പിന്നെ നമ്മളൊരു മൈൻഡ് ഉണ്ടാവില്ല കേട്ടോ. അവരെന്നെ ഭക്ഷണം കഴിപ്പിച്ച് തന്നാൽ മതി, അവരെന്നെ കുളിപ്പിച്ച് തന്നാൽ മതി, അങ്ങനെ തന്നെ കേട്ടോ. ചോറൊക്കെ ആയിട്ടോ. പിന്നെ സൺഡേ കൊണ്ട് വേഗം തന്നെ എല്ലാ പണിയും ഒരുക്കൊക്കെ ചെയ്യണം, കാരണം മെല്ലെ എണിച്ചത്. ജാനിക്ക് ആപ്പം ചൂണ്ടാണ്ടപ്പോൾ അപ്പം വേണ്ട, ഇഡ്ഡലി മതി വേണ്ട. അപ്പോൾ വെറുതെ അമ്മ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ റൗണ്ട് വെച്ച് ഇങ്ങനെ അയക്കുന്നു. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയും ഇഷ്ടക്കറിയും കൂട്ടി അപ്പം കഴിച്ചിട്ടോ. ഏട്ടന് നല്ല ചുമയാകൊണ്ട് ഇഞ്ചിയും തുളസിയും പനിക്കൂർക്കൊക്കെ ഇട്ടിട്ട് ചെറിയൊരു ചുക്കാപ്പി വെച്ച് കൊടുക്കട്ടോ. ഏട്ടന് നല്ല ആശ്വാസമൊക്കെ ഉണ്ടോണ്ട് അമ്മ ഉണ്ടാക്കി കൊടുത്താട്ടോ അത്. അപ്പോൾ ഇന്നലെ ഷാമ്പു ഇട്ടുകൊണ്ട് ഇന്ന് ഞാൻ കുറച്ച് എണ്ണയൊക്കെ തേച്ച് കുളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ. ഞാൻ ഇടയ്ക്ക് കുറച്ച് എണ്ണ അയക്കാറുള്ളൂ. ഇതെൻ്റെ അമ്മ എണ്ണ കാച്ചുന്ന കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ അതിൽ ഫോൺ നമ്പറും കൊടുക്കാം കേട്ടോ. പിന്നെ ഉച്ചയ്ക്കുള്ള ചിക്കൻ കറി ഞാൻ തന്നെ വെക്കാതെ പറഞ്ഞു കേട്ടോ. കാരണം ഞാൻ വെച്ച ചിക്കൻ കറി അച്ഛനമ്മ ഇതൊരു കൂട്ടിയിട്ടൊന്നുമില്ല. ഞാൻ 2-3 വട്ടം ചിക്കൻ കറി ആകെ വെച്ചിട്ടുള്ളൂ. അപ്പം ഇന്ന് ഞാൻ തന്നെ വെക്കും. ഞാനിതാ കുളിച്ചൊരുങ്ങി സുന്ദരിയായിട്ട് വന്നിട്ടോ. അമ്മമ്മയല്ലേ, അമ്മമ്മ കുട്ടിയാണ് അവൾ. അപ്പം അമ്മമ്മ എന്നെ കുളിപ്പിച്ചെന്നാൽ മതി പറഞ്ഞിട്ട് ഇപ്പം അമ്മമ്മേനെ കുളിപ്പിച്ച് സുന്ദരിയാക്കിട്ടോ. പിന്നെ അതാ ഉള്ളിയൊക്കെ വാട്ടി അതിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടു കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ നന്നായിട്ട് അരയ്ക്കുകയൊന്നും ചെയ്യില്ല. കുറച്ചൊരു എന്താ പറയുക, ചതച്ച രീതിയിലായിട്ട് ഇഞ്ചി വെളുത്തുള്ളി. പിന്നെ തക്കാളിയൊക്കെ ഇട്ടു, മസാലയൊക്കെ ഇട്ട്. ഇവിടെ ആർക്കും എരിവ് പറ്റില്ല കേട്ടോ. പിന്നെ ജാനിയും കഴിക്കാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് എരിവൊക്കെ ഇടുള്ളൂ. പിന്നെ മസാല ഇട്ട് ചിക്കൻ കുറച്ച് നേരം ഞാൻ ഒന്ന് വരട്ടിയ പോലെ ഇങ്ങനെ എല്ലാ മസാല ആ ചിക്കനിൽ പിടിക്കണ പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കും കേട്ടോ. കുറച്ച് നേരം അന്ന് അങ്ങനെ ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് വെള്ളം ഒഴിക്കുള്ളൂ. അത്ര വെള്ളമാക്കിയിട്ടുള്ള ചിക്കൻ കറി വേണ്ടാണ്ട് കുറച്ച് വരട്ടിയും വേണം, ഇന്ന് കുറച്ച് വെള്ളം വേണം. അങ്ങനത്തെ രീതിയിലെ ചിക്കൻ കറി ഞാൻ വെക്കാം കേട്ടോ. അങ്ങനെ വെക്കുന്നതാണ് ഏട്ടനൊക്കെ ഏറെ ഇഷ്ടം. പിന്നെ ഞങ്ങൾ കഴിക്കാനൊക്കെ ഇരുന്ന് പപ്പടമൊക്കെ കൂട്ടി പിന്നെ ജാനിക്ക് കൊടുത്ത് പിന്നെ ഞാനും കഴിക്കാന്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.